അല്ലാഹു സൂറത്തുൽ ദുഖാനിൽ പറയുന്നുണ്ട്, ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദു വമാ കാനൂ മുൻദറീൻ. ഫിർഔന്റെ പറ്റിയാണ്, ഫിർഔനും അവൻ്റെ ആളുകളെയും കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. അവരെ ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ, അവരെ മേൽ ആകാശവും ഭൂമിയും, കാരണം അവർ അത്രയും അള്ളാഹു വെറുക്കപ്പെട്ട ആളുകളായിരുന്നു. ഈ ഒരായത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പഠിപ്പിച്ചപ്പോൾ സഹാബികൾ അത്ഭുതത്തോടെ ചോദിച്ചു, ആകാശങ്ങളും ഭൂമിയും കരയുമോ എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ അബ്ദു സ്വാലിഹ് യബ്ഖി അലാ അർദി السماوات والأرض يبقي على الأرض والسماوات عليه. ഒരു സ്വാലിഹായ അടിമ മരണപ്പെട്ടാൽ അവൻ്റെ മേൽ ആകാശവും ഭൂമിയും കരയുമെന്ന്. അതുപോലെ ഈ സെയിം സൂറത്ത് ദുഖാൻ ആയത്തിലും ഇബ്നുൽ കസീർ തങ്ങളെ തഫ്സീറിൽ കാണാം, 40 ദിവസം വരെ ആകാശവും ഭൂമിയും അവരുടെ മേൽ കരയുമെന്ന്. സ്വാലിഹായ അബ്ദ് എന്നാണ് മുത്തുനബി പറഞ്ഞത്. ഇദാ മാതൽ അബ്ദു സ്വാലിഹ്, സ്വാലിഹായ ഒരു അബ്ദ് മരണപ്പെട്ടാൽ ആകാശവും ഭൂമിയും. അപ്പോൾ സ്വാലിഹ് ആവുക, സ്വാലിഹായ ഒരു അബ്ദ് ആവുക എന്നത് വലിയൊരു നമ്മുടെ ലക്ഷ്യമാണ്. ദിവസം നമ്മൾ ഓതുന്ന ഫാത്തിഹയിൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞവരുടെ കൂട്ടത്തിൽ. ആ നിഅമത്ത് ചൊരിഞ്ഞവരാരാണ് എന്ന് സൂറത്ത് നിസായിൽ അല്ലാഹു പറയുന്നുണ്ട്, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. 4 കൂട്ടരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. നബി, അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അമ്പിയാക്കളിൽ നമുക്ക് പെടാൻ പറ്റില്ല, അത് ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞു പോയതാണ്. സിദ്ദീഖീങ്ങളിലും പാടാണ്. സിദ്ദീഖീങ്ങളിൽ പെടുക എന്നത് വലിയ വിഷയമുള്ള കാര്യമാണ്, അതിലും ചാൻസ് കുറവാണ്. ശുഹദാ ആവുക എന്നത് മരിച്ചു കഴിഞ്ഞാൽ അറിയുള്ളൂ അവൻ ഷഹീദായിട്ടാണോ അല്ലയെന്ന് മനസ്സിലാവണേ. പിന്നുള്ളത് സ്വാലിഹാണ്. സ്വാലിഹ് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഫാത്തിഹയിലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹു നീ നേർവഴി ആക്കി തരണമേ, ആ നേർവഴിയിൽ നീ അനുഗ്രഹിച്ചവർ ആരൊക്കെയാണ് അതിൽ പെടുത്തണം, അവരാണ് വിജയികൾ. ഈ 4ൽപ്പെട്ട ഒരാളാണ് വിജയി. അപ്പോൾ സ്വാലിഹ് ആവുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം, അതിൽ പെടുക എന്നതാണ്.